ഓക്കെ. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാട്ടോ, വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മളുടെ ഫാമിലിയിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവർ നമുക്കൊരു റൂം തന്നിട്ടുണ്ടാകും, ഒരു വാഷ്റൂം തന്നിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും നമ്മൾ റൂമും വാഷ്റൂമും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻറ്റിനെയും നമ്മളതുപോലെ ക്ലീനായിട്ട് വേണം വെക്കാനായിട്ട്. പേഷ്യൻറ്റിൻ്റെ റൂമും അങ്ങനെ തന്നെ. കാരണം നമ്മൾ ചിലപ്പോഴൊക്കെ ഡയപ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായി പോയി കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് അവരുടെ മക്കളോ റിലേറ്റീവ്സൊക്കെ കയറി വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും അങ്ങനെയുള്ള ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഡയപ്പർ ചേഞ്ച് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു മടിയൊന്നും കാണിക്കാതെ ചേഞ്ച് ചെയ്തിട്ട് പേഷ്യൻറ്റിനെ എപ്പോഴും നല്ല ക്ലീനായിട്ട് വയ്ക്കുക. ആ റൂമും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, റൂം സ്പ്രേ എല്ലാം യൂസ് ചെയ്ത് ക്ലീനാക്കി നമ്മൾ ഡസ്റ്റൊന്നും ഇല്ലാതെ ക്ലീനാക്കി വയ്ക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ യൂണിഫോമൊക്കെ ഇടുന്ന സമയത്ത് നല്ല അയൺ ചെയ്ത് നല്ല പെർഫ്യൂമൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നമ്മൾ ഇരിക്കാൻ ശ്രദ്ധിക്കുക. പേഷ്യൻറ്റിനെ ടച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സാനിറ്റൈസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ വൃത്തിയായിട്ടിരിക്കാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. വൃത്തി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ മാതിരി ഒരു കോംപ്രമൈസ് ഇല്ലാത്ത കാര്യമാണ് ഇവിടെ.